അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം കൈയാളിയ രണ്ടാമത്തെ ഭരണ സംവിധാനമാണ് ഉമവി ഭരണകൂടം എന്ന് പറയുന്നത്. പ്രവാചകന്റെ വിയോഗാനന്തരം ഭരണം നിർവഹിച്ച അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, ഈ 4 ഭരണാധികാരികളുടെ കാലഘട്ടം ഖിലാഫത്തുർ റാഷിദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരുടെയും ഭരണകാലഘട്ടം ഖിലാഫത്തുർ റാഷിദ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം ഹിജ്റ 40-ാമത്തെ വർഷം മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഏകദേശം 92 വർഷക്കാലം ഭരണം കൈയാളിയ ഭരണകൂടമാണ് ഉമവി ഭരണകൂടം എന്ന് പറയുന്നത്. ആ ഭരണകൂടം സ്ഥാപിച്ചത് മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ശത്രു ചേരിയിലായിരുന്നു അബു സുഫിയാൻ. മാത്രമല്ല ശത്രുക്കളുടെ നേതാവും സർവ്വസൈന്യാധിപനുമായിരുന്നു. പല യുദ്ധങ്ങളിലും മുശ്രിക്കീങ്ങളുടെ യുദ്ധത്തലവൻ അബു സുഫിയാനാണ്. അപ്പോൾ ആ അബു സുഫിയാന്റെ മകനാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. ഹിജ്റ 8-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ട ആ സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ മക്കയോട് അടുക്കാറായ സന്ദർഭത്തിലാണ് അബു സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. മകൻ മുആവിയ നേരത്തെ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടം മുതലേ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചതും പരസ്യപ്പെടുത്തിയതും പിതാവിൻ്റെ കൂടെ, ജ്യേഷ്ഠൻ യസീദ് ബിൻ അബി സുഫിയാന്റെ കൂടെ മക്ക ഫതഹിന്റെ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തരായ സഹാബികളിൽ ഉൾപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വഹയി എഴുതുകയും ചെയ്യാറുണ്ടായിരുന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു അബൂ സുഫിയാന്റെ 2 മക്കളായ യസീദ് ബിൻ അബി സുഫിയാനും മുആവിയത്ത് ബിൻ അബി സുഫിയാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ അബൂബക്കർ സിദ്ദീഖ് 2 വർഷവും ചില്ലാനും ഭരിച്ചു. പിന്നീട് ഉമറുൽ ഫാറൂഖ് ഏകദേശം 10 വർഷത്തോളം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ 12 വർഷത്തിലധികം ഭരിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണകാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്ക്, അതിന് 2-ാം പാതി ആയപ്പോഴേക്ക് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടു. യമൻ വംശജനായ അബ്ദുല്ലാഹിബിൻ സബ് എന്ന വ്യക്തി, അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഉള്ളിൽ യഹൂദ മതവും ഇസ്ലാമിക വിദ്വേഷവും ഒക്കെ വെച്ചു പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിനെതിരിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം മദീനയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മദീനയിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അങ്ങനെ വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം ഇറാഖിലേക്ക് പോയി, അതേപോലെ തന്നെ സിറിയയിലേക്ക് പോയി, ഷാമിലേക്ക് പോയി, അവിടുന്ന് ഈജിപ്തിൽ പോയി. അവിടെ നിന്നൊക്കെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ അനുയായികളെ കിട്ടി. പ്രത്യേകിച്ച് പേർഷ്യൻ ഭരണ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച് മുസ്ലിങ്ങൾ അവിടെ ഭരണം കൈയാളിയപ്പം, പിടിച്ചടക്കിയപ്പോൾ, ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ പേർഷ്യ മുസ്ലിങ്ങൾക്ക് അധീനപ്പെട്ടല്ലോ. അപ്പോൾ അതോടുകൂടെ പേർഷ്യയിലെ നല്ലൊരു ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ രാജ്യവംശത്തിന് ദിവ്യത്വവും ദൈവികതയും ഒക്കെ കൽപ്പിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ആ ഭരണം തകർത്ത് മുസ്ലിങ്ങൾ ആ രാജ്യമൊക്കെ പിടിച്ചടക്കിയപ്പോൾ ആ നാട്ടുകാർക്ക് പൊതുവെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. പുറമേക്ക് അവർ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ഉള്ളിൽ അവരുടെ മനസ്സിൽ ഈ വെറുപ്പും വിദ്വേഷവും പുകഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അബ്ദുല്ലാഹിബ്നു സബ് അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ചില വാദങ്ങൾ, എല്ലാ പ്രവാചകന്മാർക്കും ഓരോ വസീ ഉണ്ടാകും, മുഹമ്മദ് നബിയുടെ വസീ അലി ബിൻ അബി താലിബാണ് എന്ന് മാത്രമല്ല, എനിക്ക് ശേഷം ഖിലാഫത്തിന് യോഗ്യൻ, അർഹൻ അലി ബിൻ അബി താലിബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബും ഖിലാഫത്ത് ഏറ്റെടുത്തത് ശരിയായിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണം ശരിയായ ഭരണ സംവിധാനമല്ല, അലിയാണ് ഇമാമത്തിനും ഖിലാഫത്തിനും അർഹൻ. അതിന് അദ്ദേഹം ചില ന്യായവാദങ്ങളൊക്കെ നിരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടുള്ള, ആലുൽ ബൈത്തിനോടുള്ള അമിതമായ താല്പര്യവും സ്നേഹവും അദ്ദേഹം എന്ത് ചെയ്തു?
മുതലെടുക്കുകയും ചെയ്തു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന മൂന്നാം ഖലീഫയ്ക്ക് എതിരെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ നിയോഗിതനായ മൂന്നാം ഖലീഫയ്ക്കെതിരെ ആളുകളെ സംഘടിപ്പിക്കുകയും ഹിജറ 35 കൊല്ലം ഒരു ഹജ്ജ് വേളയിൽ ഈജിപ്തിൽ നിന്ന് അതേപോലെ ഇറാഖിൽ നിന്നൊക്കെ വന്ന ഈ ഫിത്തിനയുടെ ആളുകൾ മദീനയിലെത്തി ഖലീഫയുടെ വീട് വളയുകയും ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാനെ ദാരുണമായി വധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ചരിത്രം ഇവിടെ ഉമവി പീരീഡിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു വധവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒരു സാമ്രാജ്യം നിലവിൽ വരാൻ പോലും ഉണ്ടായ കാരണം എന്നതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും ഉസ്മാൻ ബിൻ അഫ്ഫാൻ വധിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ അലി ബിൻ അബി താലിബിന് ബൈഅത്ത് ചെയ്തു. അദ്ദേഹം ഖലീഫയായി സ്ഥാനമേറ്റെടുത്തു. പിന്നീട് അദ്ദേഹം തന്റെ തലസ്ഥാനം കൂഫയിലേക്ക്, ഇറാഖിലെ കൂഫയിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ആളുകളൊക്കെ തന്നെയും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. പക്ഷേ അന്ന് ആ സന്ദർഭത്തിൽ സിറിയയിലെ ഗവർണറായിരുന്ന നേരത്തെ പറഞ്ഞ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഖലീഫ അലി ബിൻ അബി താലിബിന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഷാം വിജയിച്ചടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 സൈന്യാധിപന്മാരെ പറഞ്ഞേക്കുന്നുണ്ട്. അതിൽ ഖാലിദ് ബിൻ വലീദ് ഉണ്ട്, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് ഉണ്ട്, അംർ ബിൻ ലാസ് ഉണ്ട്, മറ്റൊരാൾ യസീദ് ബിൻ അബി സുഫിയാൻ. ഈ 4 ആളുകളെയാണ് അതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഇവരൊക്കെ ആ നാട് വിജയിച്ചടക്കി യർമൂക്ക് യുദ്ധത്തിലൂടെ സിറിയ അല്ലെങ്കിൽ ഷാം മുസ്ലിങ്ങൾക്ക് അധീനമായി. ആ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ഗവർണർമാരായി, ഭരണാധിപന്മാരായി ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഇവരെ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ യസീദ് ബിൻ അബി സുഫിയാൻ, മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ ജ്യേഷ്ഠ സഹോദരൻ അവിടെ ഭരണം നടത്തുന്നുണ്ട്, ഒരു പ്രവിശ്യയിലെ ഗവർണറായി ഭരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ മറ്റൊരു പ്രദേശത്തിന്റെ ചുമതല മുആവിയത്ത് ബിൻ അബി സുഫിയാൻ നൽകപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ വ്യാപകമായി ഉണ്ടായ ഒരു മഹാവ്യാധിയായിരുന്നു താഊൻ അംവാസ്, ഒരു പ്ലേഗ് രോഗമാണ്. അതിൽ ഒരുപാട് ആളുകൾ മരിച്ചു. യസീദ് ബിൻ അബി സുഫിയാനും ആ രോഗം മൂലം മരിച്ചപ്പോൾ യസീദ് ബിൻ അബി സുഫിയാൻ കൈയാളിയിരുന്ന ഭൂപ്രദേശങ്ങളിലെ ഭരണം നിർവഹിക്കാൻ അവിടുത്തെ ഗവർണറായി മുആവിയത്ത് ബിൻ അബി സുഫിയാനെ ഖലീഫ ഉമർ നിശ്ചയിച്ചു. ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടം വന്നപ്പോൾ ഷാമിലെ മൊത്തം ഗവർണറായി മുആവിയത്ത് ബിൻ അബി സുഫിയാന് സ്ഥാനക്കയറ്റം നൽകി. ആ ഷാമിന്റെ അധീനതയിലുള്ള വേറെ കുറെ പ്രദേശങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ വേറെ ഗവർണർമാരുണ്ട്. പക്ഷേ ഒരു വലിയ പ്രവിശ്യയിലെ ഗവർണറായി മുആവിയത്ത് ബിൻ അബി സുഫിയാനെ നിശ്ചയിച്ചു. അപ്പോൾ അവിടെ അലി ബിൻ അബി താലിബ് ഹിജ്റ 35 കൊല്ലം ഭരണം ഏറ്റെടുക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഷാമിലെ സിറിയയിലെ ഗവർണറാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. ആ നാട്ടുകാർക്ക് അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃപാഠവും അതേപോലെ തന്നെ ഭരണ നൈപുണ്യവും അതേപോലെ യുദ്ധ തന്ത്രങ്ങളുമൊക്കെ വളരെ പ്രശസ്തമാണ്. നല്ല നയതന്ത്ര ചാതുരിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് വധിക്കപ്പെട്ട ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അലി ബിൻ അബി താലിബ് ഭരണം ഏറ്റെടുത്തപ്പോൾ എല്ലാ പ്രവിശ്യകളിലെയും ഗവർണർമാർ അലിയിന്, 4ാമത്തെ ഖലീഫക്ക് ബൈഅത്ത് ചെയ്തെങ്കിലും സിറിയയിലെ ഗവർണറായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു നിബന്ധന വെച്ചു. ഖലീഫ ഉസ്മാൻ അദ്ദേഹം അന്യായമായി വധിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഞാൻ. അതിനാൽ അദ്ദേഹത്തിന്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കാതെ ഘാതകരെ പിടികൂടുകയും തക്കതായ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നത് വരെ അങ്ങക്ക് ബൈഅത്ത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പരസ്യമായ നിലപാടെടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ സിറിയയിലെ ആളുകൾ ഒപ്പം ചേരുകയും ചെയ്തു. പിന്നീട് ഇതിന്റെ ഫലമായി വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഘാതകരോട് പ്രതികാരം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിഷ ബീവിയും സുബൈർ ബിൻ അവ്വാമും തൽഹത്ത് ബിൻ ഉബൈദില്ലയും ഒക്കെ നേതൃത്വം നൽകിയ ഒരു വിഭാഗവുമായി അലി ബിൻ അബി താലിബിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അതാണ് ജമൽ യുദ്ധം. അതേപോലെ തന്നെ തൊട്ട് പിറ്റേ വർഷം മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലെ സിറിയയിലെ ആളുകളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും അങ്ങനെ അവിടുത്തെ ഗവർണറായ മുആവിയയും മുസ്ലിങ്ങളുടെ ഖലീഫയായ അലി ബിൻ അബി താലിബും തമ്മിൽ ഘോരമായ യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. ആ യുദ്ധമാണ് സിഫീൻ യുദ്ധം. അപ്പൊ അവിടെ ആ സിഫീൻ യുദ്ധത്തിൽ
അവസാനം അലി ബിൻ അബി താലിബിന്റെ സൈന്യം വിജയിക്കാറായ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ച് ഒരു സുൽഹിന്റെ നിർദ്ദേശം അംറുല്ലാസ് മുന്നോട്ട് വെക്കുകയും അങ്ങനെ തഹക്കീം എന്ന് പറയുന്ന ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ആ തഹക്കീമിന്റെ ഫലമായി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, മുആവിയത്ത് ബിൻ അബി സുഫിയാനും അദ്ദേഹത്തിന്റെ സൈന്യവും സിറിയയിലേക്ക് മടങ്ങിപ്പോയി. അലി ബിൻ അബി താലിബും അദ്ദേഹത്തിന്റെ സൈന്യവും കൂഫയിലേക്ക് മടങ്ങിപ്പോയി. മുസ്ലിം ലോകത്തെ ഈ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥക്ക് അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥക്ക് ഒരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു തഹക്കീം എന്ന മധ്യസ്ഥ ശ്രമം രണ്ടു കൂട്ടരും അംഗീകരിച്ചതിന്റെ ഫലമായി ഇത് അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗം രണ്ടു കൂട്ടരെയും കാഫിറുകളും നിഷേധികളുമായി കണക്കാക്കി ഖവാരിജ് എന്ന പേരിൽ ഒരു പുതിയ ഗ്രൂപ്പിന്റെ രംഗപ്രവേശം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇവിടെ മഹാനായ അലി ബിൻ അബി ത്വാലിബ് കൂഫ കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്നു. ഒട്ടുമിക്ക ഇസ്ലാമിക പ്രദേശങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ഷാമില് ഭരണം ഇപ്പോഴും മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ നേതൃത്വത്തിലാണ്. എല്ലായ്പ്പോഴും ഷാമിനോട് ചേർന്ന് നിൽക്കുന്ന മിസ്ർ, ഈജിപ്തും ഈജിപ്തിലെ അനുയായികളും ജനങ്ങളും ഒക്കെ തന്നെയും ഷാമുകാരോടൊപ്പമാണ്. ഇങ്ങനെ രണ്ട് ചേരിയായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന സന്ദർഭം, രണ്ട് ഭരണകൂടങ്ങൾ നിലവിലുണ്ട്. അങ്ങനെയിരിക്കെ ഈ തഹക്കീമിൻ അവിശ്വാസം രേഖപ്പെടുത്തിയ ഖവാരിജികൾ ഇപ്പോഴത്തെ മുസ്ലിം ലോകത്തുള്ള പ്രശ്നത്തിന് കാരണക്കാരായ മൂന്നാളുകളെ, അലി ബിൻ അബി താലിബ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അംറുല്ലാസ്, മൂന്ന് പേരെ വധിക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ചട്ടം കിട്ടുകയും ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായി ഹിജറ 40-ാം വർഷം അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന ഖവാരിജിന്റെ കുത്തേറ്റ് അലി ബിൻ അബി താലിബ് കൂഫയിൽ വെച്ച് വധിക്കപ്പെടുകയാണ്. മുആവിയത്ത് ബിൻ അബി സുഫിയാനെയും ഈജിപ്തിലെ അംറുല്ലാസിനെയും വധിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തില്ല. അലി ബിൻ അബി താലിബ് വധിക്കപ്പെട്ടതിന് ശേഷം മുസ്ലിം ലോകം അദ്ദേഹത്തിന്റെ മകൻ ഹസൻ ബിൻ അലിയെ ഖലീഫയായി നിശ്ചയിക്കുകയും അദ്ദേഹം അധികാരമേൽക്കുകയും ചെയ്തു. മുസ്ലിം ലോകത്തെ പ്രബലമായ വിഭാഗങ്ങളൊക്കെ ഹസൻ ബിൻ അലിക്ക് ബൈഅത്ത് ചെയ്തു. അപ്പോഴും മുആവിയത്ത് ബിൻ അബി സുഫിയാൻ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. മുആവിയത്ത് ബിൻ അബി സുഫിയാനെ പിന്തുണച്ചുകൊണ്ട് ഈജിപ്തും അതേപോലെ അംറുല്ലാസും നിലവിലുണ്ട് താനും. അവസാനം ഹിജറ 41-ാം വർഷം ഹസൻ ബിൻ അലി, അലി ബിൻ അബി താലിബിന്റെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ ഹസൻ ബിൻ അലി മുആവിയക്ക് വേണ്ടി അധികാരം വിട്ടൊഴിയുകയാണ്. മുസ്ലിങ്ങൾ രണ്ട് ചേരിയായി തമ്മിൽ യുദ്ധം ചെയ്യുകയും രക്തപ്പുഴ ഒഴുക്കുകയും ചെയ്യുന്നത് നീതീകരിക്കാൻ പറ്റുന്നതല്ല. അതിനാൽ മുസ്ലിം ലോകത്ത് ഒരു ഖലീഫ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മുആവിയയെ അദ്ദേഹം ദീർഘകാലമായി ഷാമിലെ ഗവർണറാണ്. ഇപ്പോൾ നിലവിലുള്ള ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം തയ്യാറുമല്ല. ഈ ഒരു ഘട്ടത്തിൽ ഞാനിതാ എൻ്റെ അധികാരം ഒഴിയുന്നു മുആവിയക്ക് വേണ്ടി. പക്ഷേ മുആവിയയുടെ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം ലോകത്ത് ആരായിരിക്കണം ഖലീഫ എന്നുള്ളത് കൂടിയാലോചനയുടെ ഷൂറയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഹസൻ ബിൻ അലി അധികാരം വിട്ടൊഴിയുകയും അവിടെ മുതൽ ഹിജറ 41-ാം വർഷം മുതൽ മുസ്ലിം ലോകത്ത് മുആവിയ മാത്രം ഭരണാധികാരിയായി നിലവിൽ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഹസൻ ബിൻ അലി അധികാരം മുആവിയക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ മുസ്ലിം ഗവേണറ്റുകളിലെയും ഗവർണർമാരും അതേപോലെ മുസ്ലിം ബഹുജനങ്ങളും ഒക്കെ തന്നെ മുആവിയക്ക് ബൈഅത്ത് ചെയ്തു. അങ്ങനെ മുആവിയ മുസ്ലിം ലോകത്തിലെ ദീർഘമായ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുസ്ലിം ലോകത്തെ ഏക ഭരണാധികാരിയായി, ഖലീഫയായി അദ്ദേഹം അവരോധിതനാവുകയും ചെയ്തു. അവിടെ മുതലാണ് ഉമവി ഭരണകാലഘട്ടം ആരംഭിക്കുന്നത്. ഹിജറ 41-ാം കൊല്ലം മുതൽ. ഉമവി എന്ന് പറയാൻ കാരണം രണ്ട് കുടുംബ പരമ്പരയിലാണ് ആ ഭരണ സംവിധാനം ഉള്ളത്. ആദ്യം മുആവിയ, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ യസീദ് ബിൻ മുആവിയ, അതിനുശേഷം യസീദിന്റെ മകൻ മുആവിയത്ത് ബിൻ യസീദ്. ഈ മൂന്നാളുകളുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഭരണം ഈ സുഫിയാനി പരമ്പര, അബൂ സുഫിയാന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ. അതിനുശേഷം പിന്നീട് ഭരണം മർവാനി പരമ്പരയിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ഉമവി ഭരണാധികാരിയായി നിലവിൽ വരുന്നത് മർവാൻ ബിനുൽ ഹക്കമാണ്. ഈ രണ്ട് പരമ്പരയും മർവാൻ ബിനുൽ ഹക്കമു ബിനു അബിൽ ആസ് ബിനു ഉമയ്യ, മുആവിയത്ത് ബിനു അബി സുഫിയാൻ ബിനു ഹർബ് ബിനു ഉമയ്യ, രണ്ടുപേരുടെയും കുടുംബം ചെന്നെത്തുന്നത് ഉമയ്യത്ത് ബിനു അബ്ദു ഷംസ് ബിനു അബ്ദു മനാഫ് ബിനു ഖുസൈ എന്ന ഖുറൈശി നേതാവിലേക്കാണ്. ആ ഉമയ്യത്തിലേക്ക് ചേർത്തിയിട്ടാണ്
ബനു ഉമയ്യ എന്ന പേരിൽ ഈ രാജവംശം അറിയപ്പെടുന്നത്. അബ്ദു മനാഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ബനു ഹാഷിം കുടുംബമാണ്. ആ ബനു ഹാഷിം കുടുംബവും ബനു ഉമയ്യ കുടുംബവും തമ്മിൽ സന്ധിക്കുന്നത് അബ്ദു മനാഫ് ബിനു ഖുസൈയിലാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ നേതൃത്വത്തിൽ ഉമവി ഭരണം നിലവിൽ വന്നു. അദ്ദേഹമാണ് മുഅസ്സിസു അദ്ദൗലത്തിൽ ഉമവിയ, ഉമവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹാബിയാണ്. ഹിജറ 60-ാം വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. 20 വർഷം അദ്ദേഹം തുടർച്ചയായി ഭരണം നടത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കുസ്തന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ. അത് അനാത്തോലിയ എന്ന പേരിൽ, ഇന്നത്തെ തുർക്കിക്ക് പണ്ട് പറഞ്ഞിരുന്ന പേര് അനാലൂൽ എന്നാണ്. അത് അനാത്തോലിയ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പൊ അതിന്റെ തലസ്ഥാനമാണ് കുസ്തന്തീനിയ, ഇന്നത്തെ ഇസ്തംബൂൾ. ആ കുസ്തന്തീനിയ വിജയിച്ചടക്കാൻ വേണ്ടി നാവികപ്പടയെയും അതേപോലെ തന്നെ കര സൈന്യത്തെയും കാലാൾ പടയെയും 2 പട രൂപത്തിലുള്ള സൈന്യങ്ങളെയും അദ്ദേഹം സജ്ജമാക്കി നിർത്തുകയും പറഞ്ഞയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പല വർഷങ്ങളിലായി പല ഘട്ടങ്ങളിലായി കുസ്തന്തീനിയ പിടിച്ചടക്കാൻ ശ്രമിക്കുകയുണ്ടായി. ചില സന്ദർഭങ്ങളിലൊക്കെ കുസ്തന്തീനിയയിലേക്ക് പോയ സൈന്യത്തെ നയിച്ചത് അദ്ദേഹത്തിന്റെ മകൻ യസീദ് ബിൻ അബി സുഫിയാനാണ്. ആ യസീദ് ബിൻ അബി സുഫിയാൻ കുസ്തന്തീനിയ പിടിച്ചടക്കാൻ വേണ്ടി പോയ ആ സംഘത്തിൽ അബ്ദുല്ലാഹിബിൻ സുബൈറിനെ പോലുള്ള, ഹുസൈൻ ബിൻ അലിയെ പോലുള്ള, അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ പോലുള്ള പ്രമുഖരായ സഹാബികളൊക്കെ ആ സൈന്യത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അദ്ദേഹം ഇറങ്ങി താമസിച്ചത് അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണല്ലോ. എല്ലാ അൻസാരികളും പ്രവാചകന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിക്കാൻ, മൂക്കയറ് പിടിച്ച് വലിക്കാൻ അവരുടെ വീട്ടിൽ പ്രവാചകൻ ഇറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ വിട്ടേക്കൂ, ഫൈനഹ മഅ്മൂറ. അപ്പോ കൽപ്പിക്കപ്പെട്ടതാണ്. അള്ളാന്റെ കൽപ്പന എവിടെയാണോ ആ പറഞ്ഞ സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തും. ആ മുട്ടുകുത്തിയത് അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടുമുറ്റത്താണ്. ആ അബു അയ്യൂബുൽ അൻസാരി ഈ യുദ്ധത്തിൽ യസീദ് ബിൻ അബി സുഫിയാന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കുസ്തന്തീനിയയിലേക്ക് പ്രവേശിക്കാൻ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ വസിയത്ത് അനുസരിച്ച് എത്രത്തോളം കോൺസ്റ്റാന്റിനോപ്പിളിനോട് ചേർന്ന് എന്റെ മയ്യത്ത് മറമാടാൻ കഴിയുമോ അവിടെ നിങ്ങൾ മറമാടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇസ്തംബൂൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് അവിടെ ബുർസ എന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ഖബർ കാണാൻ കഴിയും, അബു അയ്യൂബുൽ അൻസാരിയുടെ. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു സംഗതി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ ബിൻ അലി അധികാരം വിട്ടുകഴിഞ്ഞ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹദീസുകളിൽ കാണാം, മദീനയിൽ മസ്ജിദ് നബവിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ പ്രവാചകന്റെ തൊട്ടടുത്ത് ഹസൻ ബിൻ അലി ഉണ്ട്. ചെറിയ കുട്ടിയാണ്. ഹിജറ 2-ാം വർഷമോ 3-ാം വർഷമോ ആണ് ഹസൻ ബിൻ അലി ജനിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പ്രവാചകന്റെ സമീപത്ത് ഹസൻ ബിൻ അലി ഉണ്ടാകും. പലപ്പോഴും അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് സദസ്യരെ നോക്കും, ഇടയ്ക്ക് ഹസൻ ബിൻ അലിയെ നോക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ സമുദായത്തിലെ യുവാക്കളുടെ സയ്യിദാണ് എൻ്റെ ഈ പൗത്രൻ ഹസൻ. മുസ്ലിം സമുദായത്തിലെ 2 പ്രഗത്ഭരായ വിഭാഗങ്ങൾക്കിടയിൽ ഇദ്ദേഹം നിമിത്തം അള്ളാഹു ഐക്യമുണ്ടാക്കി തീർക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു ഹിജറ 41 നേരത്തെ പറഞ്ഞ ഇദ്ദേഹം ഭരണം വിട്ടുകഴിഞ്ഞതും അങ്ങനെ മുആവിയ മുസ്ലിം ലോകത്തെ ഭരണാധികാരിയായി മാറിയതും. ആ വർഷത്തിന് ആമുൽ ജമാ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഏതായാലും മുആവിയ ഭരണം ഏറ്റെടുത്തു. 20 വർഷം സുദീർഘമായി അദ്ദേഹം ഭരണം നടത്തി. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. പക്ഷെ അദ്ദേഹത്തിന് കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചടക്കാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം ഹിജറ 60 മരിക്കുമ്പോൾ മരിക്കുന്ന തൊട്ടു മുമ്പായി സൈന്യത്തെ അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചു വിളിക്കുകയാണ്. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അനാത്തോലിയയിലെ പല ഭാഗങ്ങളും റോമക്കാരിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ മുആവിയയുടെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു മുന്നേറ്റമാണ് ഉഖ്ബത്ത് ബിൻ നാഫി എന്ന പ്രഗത്ഭനായ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ വടക്കൻ ആഫ്രിക്ക മുഴുവൻ വിജയിച്ചടക്കിയത്. വടക്കൻ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഈജിപ്ത് നേരത്തെ മുസ്ലിങ്ങൾക്ക് മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങൾ വിജയിച്ചടക്കിയതാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ ടുണീഷ്യ, അതേപോലെ ലിബിയ, അൾജീരിയ, മൊറോക്കോ മുതലായ പ്രദേശങ്ങൾക്കാണ് അഫ്രിഖിയ ഷിമാലിയ എന്ന് പറയാം, ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളൊക്കെ തന്നെയും ഉഖ്ബത്ത് ബിനു നാഫിൾ എന്ത് ചെയ്തു? വിജയിച്ചടക്കി. പിന്നെ അദ്ദേഹം ജിബ്രാൾട്ടർ കടലിടുക്കിന് അടുക്കിലെത്തി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാചകമുണ്ട്, പടച്ചവനെ, എൻ്റെ മുമ്പിൽ ഈ കടലില്ലെങ്കിൽ
ഞാൻ എൻ്റെ ഈ പ്രയാണം ഇനിയും മുമ്പോട്ട് തുടർന്നു പോകുമായിരുന്നു എന്ന്. ആ കടലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, ആ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും അതേപോലെ മെഡിറ്ററേനിയൻ കടലിന്റെയും ഇടയിലുള്ള ആ കടലിടുക്കാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിന് അദ്ദേഹത്തിന് തടസ്സമായത്. ഏതായാലും ഉത്തരാഫ്രിക്ക മുഴുവൻ മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുന്നത് മഹാനായ മുആവിയയുടെ ഭരണകാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ മധ്യേഷ്യയിലേക്ക് അദ്ദേഹം സൈന്യങ്ങളെ പറഞ്ഞയക്കുകയും ഇന്നത്തെ ബുഖാറ, അതേപോലെ തന്നെ സമർക്കന്ദിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഖുറാസാൻ, അങ്ങനെ ഒരു വേള അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിന് സമീപം വരെ മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലഘട്ടത്തിൽ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ നിശ്ചയിച്ച സൈന്യാധിപന്മാർ ഇത്രയും പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായി. അദ്ദേഹം നേരത്തെ തനിക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്ന വിഷയത്തിൽ അദ്ദേഹം പലരുമായി ചർച്ച നടത്തുകയും ഒരു 5-6 വ്യക്തിത്വങ്ങളെ അദ്ദേഹം നാമനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തനിക്ക് ശേഷമുള്ള ഖലീഫമാരായി. അതിൽ അബ്ദുല്ലാഹിബിൻ ഉമർ ഉണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉണ്ട്, അബ്ദുല്ലാഹിബിൻ സുബൈർ ഉണ്ട്, അതേപോലെ ഹസനുബിൻ അലി ഉണ്ട്, പിന്നീട് മർവാനുബിൻ ഹക്കമുണ്ട്, സയ്യിദ് ബിൻ ആസ് ഉണ്ട്. ഇങ്ങനെയുള്ള 6 പേരെയാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ ഹിജ്റ 49 അല്ലെങ്കിൽ 50 ഹസനുബിൻ അലി മരിക്കുകയാണ്. അദ്ദേഹം മദീനയിൽ വെച്ചാണ് മരിക്കുന്നത്. അന്ന് മദീനയിലെ ഗവർണർ സയ്യിദ് ബിൻ ആസാണ്. മർവാൻ ബിൻ ഹക്കമും മദീനയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഹസൻ ബിൻ അലി ഹിജ്റ 49 50 അല്ലെങ്കിൽ മുആവിയ ഭരണം ഏറ്റെടുത്ത് 10 വർഷമായപ്പോൾ അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം മുആവിയക്ക് താൻ ആരായിരിക്കണം തന്റെ കാലശേഷം ഖലീഫ എന്ന വിഷയത്തിൽ ഒരു പുനർചിന്ത ഉണ്ടാവുകയും സഹാബികളിൽ പ്രമുഖരായ ആൾക്കാരൊക്കെ മരിച്ചു പോയല്ലോ, ഇനി അവരുടെ മക്കളാണ് ഖിലാഫത്തിന് അർഹർ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകനും ഖിലാഫത്തിന് അർഹതയുണ്ട്, അതുകൊണ്ട് എൻ്റെ മകൻ യസീദിനെ ഞാൻ എനിക്ക് ശേഷമുള്ള വലിയുൽ അഹദ് കിരീടാവകാശിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന തീരുമാനമെടുത്തു. അദ്ദേഹം അത് പരസ്യം ചെയ്യുകയും ചെയ്തു. മുഗീറത്ത് ബിൻ ശുബയെ പോലുള്ള ചില സഹാബികളാണ് അങ്ങനെയുള്ള നിർദ്ദേശം മുമ്പിൽ വെച്ചത്, അവരുടെ പ്രേരണയാലാണ് അദ്ദേഹം തീരുമാനം മാറ്റിയത് എന്ന അഭിപ്രായമുള്ള ചില ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും തനിക്ക് ശേഷം ഖലീഫയായി യസീദിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിക്കുകയും യസീദിനെ പല സ്ഥലങ്ങളിലേക്കും സൈന്യാധിപനായി പറഞ്ഞയക്കുകയും പല ഭരണപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ യസീദിനെ അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. മുസ്ലിം ലോകത്ത് ഖലീഫ നേരിട്ട് ചെന്ന് ജനങ്ങളുടെ ബയ്യത്ത്, ഖലീഫ ജീവിച്ചിരിക്കെ തന്നെ ശേഷം വരാൻ പോകുന്ന ഈ ഭരണാധികാരി ഇന്നാളായിരിക്കും എന്നതിന് മുൻകൂറായി ബയ്യത്ത് അദ്ദേഹം വാങ്ങാൻ ശ്രമം നടത്തുകയും ചെയ്തു. മദീനയിലും മക്കയിലൊക്കെ എത്തി ഹിജാസിലെ ആളുകളുടെ പിന്തുണ ബലാത്കാരമായിട്ടാണ് നേടിയത്. പല ആളുകളും അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ തയ്യാറാകാതെ ഖലീഫയുടെ അടുക്കൽ നിന്ന് ഓടി അകന്ന് രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും തന്റെ കാലശേഷം ഖലീഫയായി തന്റെ മകൻ യസീദിനെ നിശ്ചയിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തി. അങ്ങനെ ഹിജ്റ 60-ാം വർഷം വലിയ ഒരു സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ട് തുടക്കമിട്ട് ദീർഘമായ 2 പതിറ്റാണ്ടോളം മുസ്ലിം ലോകം ഭരിച്ചതിന് ശേഷം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ മരണമടയുകയാണ്. അതിനുശേഷം ഭരണം അദ്ദേഹത്തിന്റെ മകൻ, നേരത്തെ അദ്ദേഹം തന്നെ ബയ്യത്ത് വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മകൻ യസീദ് 2ാമത്തെ ഉമവി ഖലീഫയായി സ്ഥാനമേൽക്കുകയും ചെയ്യുകയാണ്.